പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അജി ഇമാനുവൽ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 54 അധ്യായം 4 വാക്യം. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ച് പോകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈദവ്യത്തിലെ നിന്ന ഇനി ഓർക്കയുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഥ എന്താണ്? നിങ്ങളുടെ കഥ വേദനയുടെ ഒരു കഥയാണോ? നിങ്ങളുടെ ജീവിത കഥ ഒരു ലജ്ജ നിറഞ്ഞതായ അനുഭവങ്ങളുടെ കഥയാണോ? നിങ്ങളുടെ ജീവിതത്തിലെ കഥ വന്നുപോയ അബദ്ധങ്ങൾ നിറഞ്ഞതാണോ? യൗവനത്തിലെ നിങ്ങളുടെ വീഴ്ചകളെ സംബന്ധിച്ച് ഉള്ള കഥയാണോ? ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയോ ഒരുപക്ഷെ നമ്മുടെ പഴയകാല ജീവിത പ്രശ്നങ്ങൾ ഇന്നത്തെ സ്വൈര്യം കെടുത്തിക്കളയുകയോ ഭാവിയെ യാതൊരുവിധ പ്രത്യാശയും ഇല്ലാത്ത രീതിയിൽ നോക്കിക്കാണുവാൻ ഇടവരുത്തുകയോ ചെയ്യുന്നുണ്ടോ? എന്നാൽ ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് തൻ്റെ വചനത്തിലൂടെ. എന്താണ് പറഞ്ഞത്? ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈദവ്യത്തിലെ നിന്ന ഇനി ഓർക്കയുമില്ല. ഒന്നാമതായി ദൈവം ഈ വാക്യത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ ഉറപ്പിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് സ്നേഹപൂർവമായ ഒരു പ്രത്യാശയുടെ വാഗ്ദത്തമാണ്. സ്നേഹത്തിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് ഈ വാക്കിൽ കാണുവാൻ സാധിക്കും. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ സാധിക്കും. നിന്റെ ലജ്ജ ഞാൻ നീക്കിക്കളയും എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ നിരാശപ്പെട്ട് ഭാവിയെക്കുറിച്ച് പ്രത്യാശ ഇല്ലാത്തവരായി ഇന്നത്തെ ലോകത്ത് ഈ സാഹചര്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പക്ഷേ ഒരു ചോദ്യം, ദൈവത്തിന് ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുവാനുള്ള എന്ത് കാരണമാണുള്ളത്? എന്ത് അടിസ്ഥാനമുള്ളതാണ്? എന്താണ് ഇങ്ങനെ പറയുവാനുള്ള ദൈവത്തിനെ പ്രേരിപ്പിച്ച ഘടകം? ആ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അധ്യായത്തിന് തൊട്ട് മുമ്പിലുള്ള അധ്യായത്തിലാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 53 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ യേശുവിനെ കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ അവസ്ഥയെ, സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു നിന്ദിക്കപ്പെട്ടവനായ, യേശു ത്യജിക്കപ്പെട്ടവനായി, യേശു മുറിവേറ്റപ്പെട്ടവനായിരുന്ന ഒരു സ്ഥിതിവിശേഷം ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കുറ്റങ്ങൾക്ക് വേണ്ടി തകർന്ന ഒരു യേശുവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എൻ്റെ ലജ്ജ തൻ്റെ മേൽ സ്വീകരിച്ച ഒരു വ്യക്തിയായി യേശുവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാവരുടെയും പാപത്തെയും ലജ്ജയെയും നിത്യഹാനിയെയും സ്വന്തം ശരീരത്തിൽ ഏറ്റ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ആണ് നമുക്ക് 54 അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഞാൻ നിൻ്റെ ലജ്ജയെ എടുത്തതുകൊണ്ട്, ഞാൻ നിൻ്റെ പിഴവുകളെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട്, ഞാൻ നിൻ്റെ പാപത്തെ വഹിച്ചിരിക്കുന്നതുകൊണ്ട്, നിൻ്റെ നിന്ദയെ ഞാൻ ചുമന്നിരിക്കുന്നതുകൊണ്ട്, നിൻ്റെ ഒറ്റപ്പെടലിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട്, നിനക്ക് വേണ്ടി, നിൻ്റെ പാപത്തിന് വേണ്ടി ഞാൻ മുറിവേറ്റിരിക്കുന്നതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല, നീ ലജ്ജിച്ച് പോകേണ്ടതില്ല. അപ്പോൾ
ഇന്നത്തെ വാക്യത്തിലേക്ക് നമ്മൾ അല്പം ധ്യാനപരമായി ചിന്തിക്കുവാൻ പോകുകയാണ്. ഒന്നാമത്തെ കാര്യം, നാം ഭയപ്പെടേണ്ടതില്ല. ലജ്ജ ഉണ്ടായിരിക്കുന്ന ഇടത്ത് ഭയം ഉറപ്പായിട്ടും ഉണ്ടാകും. എൻ്റെ മുൻകാലം പുറത്തു വരുമോ? മറ്റുള്ളവർ എന്നെ വിധിക്കുമോ? എന്നെ കുറ്റപ്പെടുത്തുമോ? എന്നെ സ്വീകരിക്കുമോ? ദൈവം എന്നെ സ്വീകരിക്കുമോ? ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ഈ ഒരു ആശ്വാസ വചനം നമ്മളെ ശക്തീകരിക്കട്ടെ. ഭയപ്പെടേണ്ട. നിൻ്റെ ലജ്ജയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനല്ല ഞാൻ നിന്നെ തേടുന്നത്, നിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഞാൻ അതിനെ മറയ്ക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഭയം മാറിയാൽ ലജ്ജയുടെ ആ പിടി നമ്മിൽ നിന്ന് അയഞ്ഞു പോകും. അപ്പോഴാണ് ദൈവം നമ്മളോട് പറയുന്നത്, നീ ലജ്ജിച്ചു പോകുകയും ഇല്ല. അതിൻ്റെ അർത്ഥം, നീ ലജ്ജയിൽ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലജ്ജ നിൻ്റെ കഥയുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നാണക്കേടിൽ തന്നെ നീ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ തെറ്റ് നിൻ്റെ തിരിച്ചറിയൽ കാർഡായി ഞാൻ ഒരിക്കലും ഉപയോഗിക്കുകയില്ല. നിൻ്റെ കുറവുള്ള ഭാഗത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനാക്കുവാനല്ല ഞാൻ ശ്രമിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവജനമേ, ചില ലജ്ജകൾ, നാണക്കേട്, നിന്ന അതെല്ലാം ഇന്നലെയിൽ നിന്ന് നമുക്ക് ഉണ്ടായതാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൗവനത്തിലെ ചില പിഴവുകൾ, നമ്മുടെ ചെറുപ്പത്തിൽ അപക്വമായ ജീവിതത്തിൽ സംഭവിച്ചതായ ചില പ്രശ്നങ്ങൾ, യൗവനത്തിലെ ചില തെറ്റുകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളെ പിന്തുടരുന്നുണ്ടാകും. ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തത്, തെറ്റായ ബന്ധങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയത്. എന്നാൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിൻ്റെ യൗവനത്തിലെ ലജ്ജ നിന്നെ മറക്കുവാൻ, നിന്നിൽ നിന്ന് അകറ്റുവാൻ ഞാൻ ഇടയാക്കും. കാരണം ദൈവം നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ഓർമ്മകളെ, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ ഓർമ്മകളെ അവൻ നിന്നിൽ നിന്ന് ഇല്ലാതാക്കും. വൈധവ്യത്തിലെ നിന്ന ഒരു നഷ്ടത്തിൻ്റെ ഓർമ്മയെ പുതുക്കുന്നു. വൈധവ്യത്തിലെ നിന്ന നഷ്ടപ്പെട്ടതായ ചില ബന്ധങ്ങൾ അതുമൂലമുണ്ടായിട്ടുണ്ട്. വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അവ ഞാൻ തിരികെ കൊടുക്കും. ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്, നമ്മളെ തൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനം നമ്മൾക്ക് നൽകുവാൻ വേണ്ടിയാണ്. പിഴവുകളുണ്ടോ? അബദ്ധങ്ങൾ സംഭവിച്ചു പോയോ? തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു പോയോ? യേശുവിനോട് പറയൂ, അവൻ നിങ്ങളോട് ക്ഷമിക്കും. നമ്മളുടെ തെറ്റുകൾ എന്തു തന്നെയാണെങ്കിലും ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ഒരു ദൈവമാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ തുണയായി എപ്പോഴും കൂടെ ഉണ്ടാകും. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കായി എന്നുള്ള ചിന്തയാൽ തെറ്റായ കാര്യങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെ നിനക്കതൊരു കെണിയായി വരികയുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ തെറ്റ്, നമ്മുടേതായിട്ടുള്ള അബദ്ധങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഒരു വീഴ്ച സംഭവിച്ചു എങ്കിൽ എല്ലാം തീർന്നു എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കണക്കാക്കേണ്ടതില്ല. യേശു നിങ്ങളോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ ലജ്ജയെ ഞാൻ മാറ്റും. ജീവിതത്തിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ
സംഗ്രഹമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിത കഥയുടെ, ഞാൻ തുടക്കത്തിൽ ചോദിച്ചു നിങ്ങളുടെ കഥ എന്താണെന്ന്, അത് നഷ്ടത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ അത് വേദനയുടെ കഥയാണ്, അത് വലിയ അബദ്ധങ്ങളുടെ കഥയാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു സംഗ്രഹത്തിലേക്ക് നമ്മൾ എത്തേണ്ടതില്ല. നമ്മുടെ കഥയിൽ ദുരന്തത്തെ അവസാനവും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അതായത് ദുരന്ത പര്യവസാനത്തിൽ നമ്മുടെ ജീവിതകഥ അവസാനിപ്പിക്കേണ്ടതില്ല. മറിച്ച് നമ്മുടെ കഥ എഴുതുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന അധ്യായം എഴുതി തീർക്കുവാൻ ഇടവരട്ടെ. മനുഷ്യർ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരധ്യായം, അതുമിപ്പോൾ അബദ്ധത്തിൻ്റെയോ ലജ്ജയുടെയോ ഒക്കെ ഒരു അധ്യായമായിരിക്കാം, അവർ അതായിരിക്കാം കാണുന്നത്. പക്ഷേ യേശു കാണുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ അധ്യായം അടക്കമാണ്, 1 മുതൽ അവസാനത്തെ അധ്യായം വരെ. അതിൽ നിൻ്റെ പഴയകാല തെറ്റുകളുണ്ട്, അത് കർത്താവ് ഓർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എഴുതി ചേർക്കുവാൻ പോകുന്ന പുതിയ അധ്യായത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ആ സംഗ്രഹത്തിലേക്ക്, നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, നീതിയുടെ ജീവിത മാർഗത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇന്നലെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇന്ന് ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ ആ തെറ്റിനെക്കുറിച്ചോർത്ത് കുറ്റബോധവും പശ്ചാത്താപവുമായി നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ അതിനെ നമ്മിൽ നിന്നും മാറ്റി പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കും. നമ്മുടെ ലജ്ജയെ മറയ്ക്കുവാൻ ഇടയാകും. നമ്മൾക്ക് പുതിയ ഒരു മഹത്വത്തിൻ്റെ, നീതിയുടെ അവസ്ഥ സ്വീകരിക്കുവാനും ഇടയാകും. പ്രിയരെ, അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചനം ഇന്ന് നമ്മളെ ഓർപ്പിക്കുന്നത് ഭയപ്പെടേണ്ട. എന്നുവെച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സംഗ്രഹം, കൺക്ലൂഷൻ എഴുതുമ്പോൾ അത് ലജ്ജ കൊണ്ട് പൊതിയപ്പെട്ടതായിരിക്കുകയില്ല. നമ്മുടെ നിന്ന അതിൽ രേഖപ്പെടുത്തുകയില്ല. നമ്മുടെ പരാജയം അവിടെ പ്രതിപാദിക്കുകയില്ല. ദൈവത്തിൻ്റെ കൈകളിൽ കൂടെയാണ് നമ്മുടെ ജീവിതം എഴുതപ്പെടുന്നത് എങ്കിൽ അവിടെ കൃപയുടെ ചരിത്രം എഴുതി ചേർക്കും. അവിടെ ക്ഷമയുടേതായിട്ടുള്ള വാക്കുകൾ അവിടെ ഉണ്ടാകും. അവിടെ പുനഃസ്ഥാപനത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. യേശു നമ്മുടെ പാപങ്ങളെ വഹിച്ചതുമൂലം, നമ്മുടെ അപമാനങ്ങളെ സഹിച്ചതുമൂലം, നമ്മുടെ ലജ്ജയെ സ്വീകരിച്ചതുമൂലം നമ്മുടെ കഥയ്ക്ക് ഒരു അവസാനം വരും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അധ്യായം മാത്രമാണ്. അത് ഒരു തുടർക്കഥയായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടേതായിട്ടുള്ള അബദ്ധങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, അത് കഴിഞ്ഞ ഒരു അധ്യായത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അത് സംഗ്രഹത്തിൻ്റെ ഒരു ഭാഗമല്ല. നമ്മുടെ മുൻകാലം, അല്ലെങ്കിൽ നമ്മുടെ ഭാവി കാലം, അതൊന്നും നമ്മുടെ പഴയ കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവം ഉണ്ടാക്കുന്നത്. മറിച്ച് നമ്മൾ ഇപ്പോൾ എടുക്കുന്നതായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ മുറിവുകൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മുടെ ലജ്ജ നമ്മിൽ നിന്ന് മായ്ക്കപ്പെടും. അവൻ്റെ നീതിയാൽ നമ്മൾ നിറയപ്പെടും. അവൻ്റെ മഹത്വത്തിനോട് ചേർന്ന് നമ്മൾ മാറ്റപ്പെടും. ദൈവം നമ്മുടെ ജീവിത കഥ എഴുതുമ്പോൾ അവൻ പറയുന്നത്, നിൻ്റെ ലജ്ജ ഞാൻ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നായിരിക്കും. ഈ മകൻ്റെ ജീവിതകഥ അത് കൃപയുടെ കഥയാണെന്ന് ദൈവം തന്നെയും സാക്ഷീകരിക്കും. എൻ്റെ നീതി അവന് കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു സംഗ്രഹത്തിലേക്ക് നമ്മുടെ ജീവിതകഥ എത്തപ്പെടും. ഇന്ന് യേശു നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണെങ്കിലും ശരി, എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല, നമ്മളെ ക്ഷണിക്കുകയാണ്. ഭയപ്പെടേണ്ട, നിൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റുവാൻ ഇടവരുത്തും. ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ ജടിലമായ എല്ലാ
പഴയകാല ജീവിതത്തെ മാറ്റി നിനക്ക് വേണ്ടി പുതിയ ഒരു ജീവിതം ഞാൻ ഒരുക്കും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിൻ്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിൻ്റെ വൈധവ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല. ഇന്നത്തെ ചിന്ത നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു, നിങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചിന്തയുമായി കടന്നു വരുന്നതുവരെ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിച്ച് കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ.